ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ സാധനമാണ് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊരു നെക്ക് ബാൻഡാണ്. KDM എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെക്ക് ബാൻഡ്. അപ്പം ഞാൻ ഇതിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഒരു റെസ്പോൺസും ഇല്ല, ഓണാവുന്നതേ ഇല്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. KDM എന്ന് പറയുന്നൊരു കമ്പനിയുടെ നമുക്ക് വില കുറഞ്ഞൊരു നെക്ക് ബാൻഡാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഒന്ന് റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചാർജർ ടൈപ്പ് സി ടൈപ്പ് ചാർജിങ് പോർട്ടാണ് നമ്മൾ ഒരു ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തെ ചുവന്ന ലൈറ്റ് കത്തി നിൽക്കുന്നു. ഇത് ഫുള്ളാകുമ്പം നീല ലൈറ്റ് കത്തി നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുത്തി ഇട്ട് ഒരു 10-30 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഇത് ഫുൾ ചാർജായി നീല ലൈറ്റ് കത്തി കാണിക്കും. ബട്ട് നമ്മൾ ഓണാക്കാൻ നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതുമില്ല. ഒന്നുകൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്താ ചാർജർ കണക്ട് ചെയ്യാണ്. അപ്പം റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ചാർജർ കണക്ട് ആയതിൻ്റെ ചാർജിങ്ങിൻ്റെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളാകുമ്പോഴാണ് നമ്മുടെ ബ്ലൂ LED കത്തുന്നത്. ചുവന്ന ലൈറ്റ് മാറി അവിടെ ബ്ലൂ LED ആവും. അപ്പം ചാർജർ കണക്ട് ചെയ്തിട്ടേക്കാണ് ഇതാ ബ്ലൂ ലൈറ്റായി അങ്ങനെയാണ്. പക്ഷേ ഇത് ഓണാവുന്നില്ല, ചാർജ് ഫുള്ളായിട്ട് കാണിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് രണ്ട് സൈഡും തുറന്ന് നോക്കാം. ഇതിപ്പം ബാറ്ററി ഇരിക്കുന്ന സൈഡാണ്. ഇപ്പം ബാറ്ററി ബൾജായിട്ടുണ്ടോ, ബാറ്ററിക്ക് വയർ വല്ലതും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പം ഈ സൈഡ് ഞാൻ തുറന്ന് നോക്കിയപ്പം വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ബാറ്ററി ബൾജ് ആവുകയോ ബാറ്ററിയുടെ കണക്ഷൻ വിട്ടുപോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡ് അതേപോലെ അടച്ചു വെക്കുകയാണ്. അതിന് നെക്സ്റ്റ് സൈഡ് നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്ന സൈഡാണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ബോർഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ആ സൈഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതെല്ലാം ലോക്കാണ്, ഇതിന് പ്രത്യേകിച്ച് സ്ക്രൂകളൊന്നുമില്ല. അപ്പം നമ്മൾ ആ സൈഡ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബോർഡ്. അതിനകത്ത് ഗോൾഡൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ പുഷ് ബട്ടണുകളാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് നമ്മുടെ എല്ലാ സർക്യൂട്ടുകളും ഈ ഒരു സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന വയർ B+ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വയർ ബോർഡിൽ നിന്നും പൊട്ടിയിരിക്കുകയാണ്. ഇങ്ങേറ്റത്തൊക്കെ കാണുന്ന വയർ ബോർഡിൽ നിന്ന് സോൾഡറിങ്ങിൽ നിന്ന് വിട്ടിട്ട് മാറിക്കിടക്കുകയാണ്. അതായിരിക്കണം ഇതിൻ്റെ കംപ്ലയിൻറ്റ്. നമുക്ക് എന്തായാലും അത് സോൾഡർ ചെയ്ത് നോക്കാം. എന്തായാലും ബാറ്ററിയുടെ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഓൺ ആവത്തില്ല, അത് നമുക്ക് ഉറപ്പിക്കാം. B+ എന്ന പോയിൻ്റാണ്. അപ്പം ഞാൻ അവിടത്തേക്ക് ഫ്രഷായിട്ട് പുതിയ സോൾഡർ നമ്മുടെ ബോർഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വയർ അങ്ങോട്ട് പിടിച്ച് വെച്ച് സോൾഡർ ചെയ്യണം. വയർ ഇപ്പം ജസ്റ്റ് കറക്റ്റ് ലെങ്തിനെ വയറുള്ളൂ. അപ്പം നമ്മളത് അവിടെ കുറച്ച് ഫ്ലെക്സൊക്കെ അപ്ലൈ ചെയ്ത് ആ വയർ ടിൻ ചെയ്തിട്ട് നമ്മൾ ആ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പം സോൾഡർ ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്തതിന് ശേഷം ഞാൻ ചാർജറിൻ്റെ കണക്ട് ചെയ്തു. ഇപ്പം ചാർജിങ്ങിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്. അതേപോലെ തന്നെ പവർ ബട്ടണിൽ പ്രസ് ചെയ്യാണ്. പവർ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പം ഇത് നോർമലായിട്ട് ഇപ്പം ഓണായി വരുന്നുണ്ട്. ഓണാവുന്നുണ്ട്. അപ്പം ഇത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ആ വയർ വിട്ട് കിടന്നതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഒരു ചെറിയൊരു സിമ്പിൾ കംപ്ലയിൻ്റ് ആയിരുന്നു. നമ്മൾ ഇത് മിക്കവാറും പിന്നെ ഇത് ഉപേക്ഷിക്കത്തേ ഉള്ളൂ. അപ്പം നമുക്ക് തന്നെ ഇത് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നന്നാക്കാവുന്ന ഒരു കേസേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം പഴയ നോർമലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. നമുക്കിനി സൈഡ് പൂട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ നെക്ക് ബാൻഡ് പഴയതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചാർജിങ്ങും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബോർഡ് പഴയ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലത്തെ ആ കവർ ഇട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം ചെറിയ ലോക്കൊക്കെ ചെറിയ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് അടയ്ക്കാം. ഇനി ബോർഡിൽ നിന്ന് വയർ അങ്ങനെ പെട്ടെന്ന് ഇളകി പോകാതിരിക്കാനൊക്കെ ഗ്ലൂ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലൂ ആകുമ്പോൾ നമുക്ക് പിന്നെ ഭാവിയിൽ തുറക്കുന്നതിനും കുഴപ്പമില്ല. നമ്മുടെ മൊബൈലിൽ ടച്ചൊക്കെ നമ്മൾ ഒട്ടിക്കുന്ന ഗ്ലൂ ആണിത്. റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ആ വയറിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കവർ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കവർ പ്രോപ്പറായിട്ട് തന്നെ ഫിക്സ് ചെയ്ത്
നല്ല പ്രസ് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് പുറത്തേക്ക് വല്ല ഗ്ലൂ എങ്ങാനും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്കിനി ഇത് വീണ്ടും പഴയതുപോലെ തന്നെ ഉപയോഗിക്കാം. നമുക്കിനി ജസ്റ്റ് ഒന്ന് പവർ അപ്പ് ചെയ്ത് നോക്കാം അടച്ചതിന് ശേഷം. ഇപ്പം പവർ ആവുന്നുണ്ടോ? ഇപ്പം കണ്ടല്ലോ, നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ നെക്ക് ബാൻഡ് ഓണായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എല്ലാവരും കണ്ടാണല്ലോ, ജസ്റ്റ് ഒരു വയർ അത് വിട്ട് കിടന്നതായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമുക്ക് തന്നെ അത്യാവശ്യം സോൾഡറിങ് ആണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.